മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ടി വിയിലൂടെയും അനവധി പരിപാടികളിൽ പങ്കെടുക്കുന്നതിലൂടെയും പ്രഗത്ഭരായ പണ്ഡിതരുടെയും ചിന്തകരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രവൃത്തികൾ വീക്ഷിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ മീഡിയ, പ്രിന്റ് മീഡിയയിലൂടെയും ഇലക്ട്രോണിക് മീഡിയയിലൂടെയും വരുന്ന വ്യത്യസ്തങ്ങളായ ലേഖനങ്ങളും വാർത്തകളും ഇൻ്റർവ്യൂകളും ചർച്ചകളും എല്ലാം വീക്ഷിക്കുന്നതിലൂടെയും കൂടാതെ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിശകലനത്തിൻ്റെ റിസൾട്ട് പ്രഡിക്ഷൻ, പ്രവചന റിസൾട്ട് അവയെല്ലാം വീക്ഷിക്കുന്നതിലൂടെയും ടി വി മാധ്യമത്തിലെ പ്രതിനിധികൾ വിവിധ തലത്തിലും വിവിധ തരത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള യുവാക്കളോടും മധ്യവയസ്കരോടും പ്രായമായവരോടും നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുമെല്ലാം നടത്തുന്ന അഭിപ്രായ സർവേകളെക്കുറിച്ചുമെല്ലാം നിരന്തരം പരിശോധിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇന്നും ഞാൻ അത് പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് സ്വയം ഇറങ്ങി വിവിധ പ്രഭാഷണ വേദികളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ കാണുന്ന മാറ്റങ്ങളും ക്ഷേത്രത്തിൽ കാണുന്ന മാറ്റങ്ങളും ഹൈന്ദവ കുടുംബാന്തരീക്ഷത്തിലും ധർമ്മ പഠന പ്രചരണത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും കാണുന്ന മാറ്റങ്ങളുമെല്ലാം വിലയിരുത്തുമ്പോൾ അസാധാരണമായൊരു സംതൃപ്തി മനസ്സിൽ ഉദയം ചെയ്യാറുണ്ട്. ഹൈന്ദവ ജനത കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും കാര്യമായി അറിയണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹിന്ദുവിനെ അവഹേളിക്കുന്നത് കുറേ അധികം കുറഞ്ഞിരിക്കുന്നു. ഹിന്ദുവിനെ അവഹേളിച്ചാൽ അത് ഏത് തരത്തിലുള്ള വ്യക്തിയാണെങ്കിലും, കാവ്യുടുത്ത വ്യക്തിയാണെങ്കിലും കാവ്യുടുക്കാത്ത വ്യക്തിയാണെങ്കിലും, എത്ര ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ വ്യക്തിയാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിലും വഴിയെ കൂടെ പോകുന്നവനെല്ലാം തല്ലാനും കല്ലെറിയാനുമുള്ള ഒരു വിഭാഗമല്ല ഹിന്ദു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുന്ന അനുഭവങ്ങളുടെ പരമ്പരയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ ഇന്ന് ഹിന്ദുവിന് സാധിക്കുന്നു. ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ഇന്ന് ഹിന്ദുക്കൾക്ക് ഒരു തരത്തിലുള്ള വിരസതയുമില്ലാത്തൊരവസ്ഥയിലെത്തി നിൽക്കുന്നു ഹൈന്ദവ ജനത. മാത്രമല്ല,
ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരമായ പലതും അവഹേളിക്കപ്പെട്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് അസാധാരണമായ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. കാവ്യവൽക്കരണം എന്നെല്ലാം പറഞ്ഞ് അവഹേളിച്ചിരുന്നത് ഇന്ന് കാവ്യ എല്ലാവരും എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. സംസ്കൃതം സവർണരുടേതാണെന്ന് പറഞ്ഞ് അവഹേളിച്ചിരുന്ന ഒരു കാലം ഇന്ന് സംസ്കൃതം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അല്ലെങ്കിൽ എതിർക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല. എന്തിനും ഏതിനും RSSകാരുടെ ചുമലിൽ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം, എല്ലാ വിമർശനങ്ങളും അവഹേളനങ്ങളും അപകീർത്തിപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവര് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഭാരതത്തിൽ രാഷ്ട്രീയ തലത്തിലും സാമൂഹിക തലത്തിലും സാംസ്കാരിക തലത്തിലും ആത്മീയ തലത്തിലും അടിമുടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന് എല്ലാ സംഘടനകളും എത്രത്തോളം നന്മ നിറഞ്ഞ സംഭാവന നൽകുന്നുണ്ടോ, അതേപോലെ എന്നും വിമർശിക്കപ്പെട്ടിരുന്ന RSSകാരും മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് എന്നുള്ളത് തുറന്ന പുസ്തകമായിട്ട് എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളുടെയും ഭരണസാരഥ്യം ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നവർ ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നന്മ നിറഞ്ഞ രീതിയിൽ പഠിച്ച് പ്രചരിപ്പിച്ച് അതിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു വലിയ തലമുറ ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അത് നമ്മുടെ വീടുകളിലും മാറ്റത്തിന് കാരണമാകുന്നു. നമ്മുടെ ധർമ്മത്തിൻ്റെ വീക്ഷണത്തിലും മാറ്റത്തിന് കാരണമാകുന്നു. അമ്പലങ്ങളിൽ പണ്ടത്തെ പോലെയുള്ള തിന്മകൾ മാറി നല്ല പ്രഭാഷണങ്ങളും പൈതൃക ജ്ഞാനവിജ്ഞാന ശാഖകൾ പഠിച്ച് പ്രചരിപ്പിക്കാനുള്ള കേന്ദ്രമാണ് ക്ഷേത്രങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ നൂറുകണക്കിന് പ്രഭാഷകർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടം, ഹിന്ദുവിനെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുന്നത് ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനിക്കാൻ ഓരോ വ്യക്തിയും ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ തുടർച്ച എന്നോണം തന്നെ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. ആ വിദ്യ അവനവൻ പഠിക്കുന്ന ആധുനിക വിദ്യ മാത്രം പോരാ, നമ്മുടെ പൈതൃകത്തിൻ്റെ പുരാണങ്ങളും മഹാഭാരതവും രാമായണവും വേദവും ഉപനിഷത്തുക്കളും ചേർന്ന ആത്മീയ വിദ്യയിലെ സമകാലീന പ്രസക്തങ്ങളായ അറിവുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള വിദ്യയും ആധുനിക വിദ്യയും ചേർത്ത് പ്രബുദ്ധരാകാൻ ഇന്ന് ഹിന്ദുവിന് സാധിക്കും. അതൊരു ആഹ്വാനം മാത്രമല്ല, പ്രായോഗിക തലത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാനസികമായും കുടുംബപരമായും ധർമ്മപരമായും സാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ സംഘടന കൊണ്ട് ശക്തരാകണം. വളരെ വ്യക്തമായിട്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ഇന്ന് ഒരു ഫ്ലക്സും അടിക്കാതെ ഒരു നോട്ടീസും ഇല്ലാതെ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിയോ പ്രചരണമോ ഇല്ലാതെ ഇന്ന് ഹിന്ദുവിനെതിരെ നടക്കുന്ന ആക്രമണത്തിൽ പ്രതികരിക്കാൻ മിനിറ്റുകൾ കൊണ്ട് 10,000 വരുന്നൊരു കാഴ്ച എല്ലാവരും കണ്ടതാണ്. പത്രമാധ്യമങ്ങളിലൂടെ അത് ലൈവ് ടെലികാസ്റ്റ് പോലും ഉണ്ടായിരുന്നു. 50,000 പേരെ പ്രതീക്ഷിച്ച് 1,50,000 പേര് വരികയും നമ്പൂതിരി മുതൽക്ക് നായാടി വരെ, നായാടി മുതൽക്ക് നമ്പൂതിരി വരെ ഒരുമിച്ച് നിൽക്കും. ആ ഒരുമിച്ച് നിൽക്കുന്നതിൽ മാർക്സിസ്റ്റുകാരനും ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവും, കോൺഗ്രസ്സുകാരനും ഉണ്ടാവും, നായരും ഉണ്ടാവും, ഈഴവനും ഉണ്ടാവും, ബ്രാഹ്മണനും ഉണ്ടാവും, നമ്പൂതിരി ഉണ്ടാവും, അമൃതാനന്ദമയുടെ ഭക്തരും ഉണ്ടാവും, സായിബാബയുടെ ഭക്തരും ഉണ്ടാവും, ശ്രീ രവിശങ്കറിന്റെ ഭക്തരും ഉണ്ടാവും, ബ്രഹ്മകുമാരീസും ഉണ്ടാവും, ചിന്മയാ മിഷനും ഉണ്ടാവും.
അതുപോലെ തന്നെയുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളും ഉണ്ടാകുമെന്ന് പുലയ മഹാസഭയും നാടാര് മഹാസഭയും തുടങ്ങി ഏതെല്ലാം വിഭാഗത്തിലുള്ള ഹിന്ദുക്കളുണ്ടോ അവരെല്ലാം ഹിന്ദുക്കൾക്ക് വേദനിക്കുമ്പോൾ ഒരുമിച്ച് വരുമെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് നമ്മുടെ പൈതൃകവും ആധുനികവുമായ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ സാധിക്കുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ സാധിച്ചു എന്ന് മാത്രമല്ല, സംഘടന കൊണ്ട് ശക്തരാകാൻ നമുക്കിന്ന് സാധിക്കുന്നു, നമുക്കിന്ന് സാധിക്കും. അത് നമ്മുടേതായിട്ടുള്ള ജാതി സംഘടനകൾക്ക് അവരവരുടേതായ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മത്തിനെതിരെ നടക്കുന്ന അവഹേളനത്തിൽ പ്രതികരിക്കാനും ഒരുമിച്ച് വരാൻ സാധിക്കും എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ മുസ്ലിങ്ങൾ അവരുടെ കാര്യങ്ങൾ നേടുന്നത്, എങ്ങനെയാണോ മുസ്ലിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരെ വരച്ച വരയിൽ വരുത്തിയിട്ട് ആ മുസ്ലിം പെൺകുട്ടികൾക്ക് കമ്പ്യൂട്ടർ പുസ്തകങ്ങൾ കൊടുപ്പിക്കുന്നത്, എങ്ങനെയാണോ മുസ്ലിങ്ങളുടെ സ്കൂളുകൾക്ക് അംഗീകാരം അനധികൃതമായ വഴികളിലൂടെ നേടിയെടുക്കുന്നത്, എങ്ങനെയാണോ മുസ്ലിങ്ങൾക്ക് മുല്ലയ്ക്കും മുക്രിക്കും പെൻഷനും ശമ്പളവും അവർ നേടിയെടുത്തത്, എങ്ങനെയാണോ മദ്രസയിലെ പഠനം CBSE പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആക്കി മാറ്റാൻ അവർക്ക് സാധിച്ചത്, എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിറഞ്ഞിരിക്കുന്ന മുസ്ലിം ഏജന്റുമാര് മുസ്ലിങ്ങളുടെ കാര്യം മാത്രം നേടിക്കൊടുക്കുന്നത്, എങ്ങനെയാണോ ന്യൂനപക്ഷ അവകാശവും അങ്ങനെ ഒന്നും വരാത്ത അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു വലിയ സമൂഹം ബ്രോക്കർമാരും മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം സെക്രട്ടറിമാരും മുസ്ലിം MLAമാരും മുസ്ലിം MP മാരും അതുപോലെ ഹിന്ദുക്കൾ അവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ സഹായിക്കാനും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും വേണ്ടി ചെയ്യുന്ന എല്ലാത്തിനും മുസ്ലിങ്ങൾ എങ്ങനെയാണോ നേതൃത്വം നൽകുന്നത്, ഇത് തിരിച്ചറിയാനുള്ള അറിവ് കൂടി ഹിന്ദുവിനുണ്ടായി തുടങ്ങിയിരിക്കുന്നു. ഇത് തിരിച്ചറിയാൻ ഹിന്ദുവിന് സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നു. ഇതുപോലെ ബിഷപ്പുമാരും മെത്രാന്മാരും MLAമാരെയും MP മാരെയും ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ പറയുന്ന ആളെ MLAയും MP യും ആക്കണമെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് ഈ ബിഷപ്പുമാരും കർദിനാൽമാരും മെത്രാന്മാരും എത്തുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ലെവലിലേക്ക് ഹിന്ദു വളർന്നിരിക്കുന്നു. മതേതരത്വം പറയുകയും അച്ഛന്മാരുടെ അരമനയിൽ ചെന്ന് കുമ്പസരിക്കുകയും ചെയ്യുന്ന ഈ ഉമ്മൻചാണ്ടി മുതൽക്ക് രമേശ് ചെന്നിത്തല മുതൽക്ക് NSSലെ സെക്രട്ടറി മുതൽക്കുള്ളവരുടെ ചെയ്തികളെ കുറിച്ച് ഞാൻ കേരളത്തിനകത്തും പുറത്തും ഇറങ്ങുമ്പോൾ നേരിട്ട് കാണാൻ സാധിച്ചത്, നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞാൻ എന്ന പദം പ്രയോഗിക്കുന്നു എങ്കിൽ അത് ദൂരെ മാറി നിന്ന് ആരോ പറയുന്നത് കേട്ടതോ ആരോ വിവരിക്കുന്നത് കണ്ടതോ അല്ല, മറിച്ച് നേരിട്ട് കാണാനും നേരിട്ട് കേൾക്കാനും നേരിട്ട് അനുഭവിക്കാനും സാധിച്ച ആ പ്രതിഭാസത്തെ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് പറയുകയല്ലാതെ അവിടെ ഞാൻ എന്ന പദപ്രയോഗം ഇല്ലാതെ മറ്റൊന്നും ഫസ്റ്റ് പേഴ്സൺ ആക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരിക്ക് ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും കാണിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഹൈന്ദവ ജനത തിരിച്ചറിയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവ് സെക്രട്ടറി ഗണപതി ഹോമം നടത്തരുത്, ഗൃഹപ്രവേശം നടത്തരുത്, താലികെട്ട് നടത്തരുത്, മാലയിടൽ നടത്തരുത്, പെണ്ണിരിക്കരുത്, ആണിനെ ഇരുത്തണം എന്നെല്ലാം ബുദ്ധിഭ്രംശം സംഭവിച്ച പോലെ ആക്രോശിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അതേ യുക്തിവാദ തരംഗത്തിൽപ്പെട്ട പുരോഗമനവാദ തരംഗത്തിൽപ്പെട്ട വ്യക്തി പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കാം, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം, മുസ്ലിങ്ങളെ തീവ്രവാദം പറഞ്ഞ് നല്ല രീതിയിൽ ബോംബ് ഉണ്ടാക്കി പൊട്ടിച്ച മുസ്ലിങ്ങളുടെ സംഘടനകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആ മുസ്ലിം തീവ്രവാദി നേതാവുമായിട്ട് ഒരുമിച്ചിരിക്കുക, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഇടതുവശത്തും വലതുവശത്തും ചേർന്നിരുന്ന് ചായ കുടിക്കുക, ഇതെല്ലാം മതേതരത്വമാണെന്ന് ഡിക്ലെയർ ചെയ്യുക, മതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, മുസ്ലിങ്ങളെ ന്യൂനപക്ഷ പ്രീണനം ഹിന്ദുവിനെ അവഹേളിച്ചുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മാത്രം നടത്തുക, ക്രിസ്ത്യാനികളുടെ അരമനയിൽ കയറി ഇറങ്ങുക, നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ ചെന്ന് കാലുപിടിച്ച്, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, അത് ഈ സന്ദർഭത്തിൽ ആവശ്യമായതുകൊണ്ട് മാത്രം ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത്
ഇന്ന് ഹൈന്ദവ ജനത തിരിച്ചറിയുന്നൊരു കാലം, ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം അല്പം വൈകിപ്പോയെങ്കിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കൾ മാത്രമല്ല ഇത് തിരിച്ചറിയുന്നത്, കുറേയേറെ മുസ്ലിങ്ങളും തിരിച്ചറിയുന്നു. മുസ്ലിം യുവാക്കളോട് എന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ അധികം മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സക്കീർ നായിക്കിനെ പോലെയുള്ളവരും MM അക്ബറെ പോലെയുള്ളവരും മുസ്ലിം സമൂഹത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുകയാണെന്നും, വേദത്തിൽ അല്ലാഹുവുണ്ട്, വേദത്തിൽ പ്രവാചകനുണ്ട്, വേദത്തിലെ കാബയുണ്ട് എന്നെല്ലാം പറഞ്ഞ് വേദത്തിലെ 1-2 വരികൾ അക്ഷരശുദ്ധി പോലും ഇല്ലാതെ അർത്ഥം പോലും വ്യത്യസ്തപ്പെടുത്തിയിട്ട് ഉദ്ധരിച്ചുകൊണ്ട് വേദം മുഴുവനും ഈ മുസ്ലിങ്ങളുടെ സന്ദേശമാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ വേദം സ്വീകരിച്ചാൽ പോരെ, പിന്നെന്തിന് ഈ അറബികൾക്ക് വേണ്ടി എഴുതിയ ഈ ഖുർആൻ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുന്നതോടുകൂടി അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു. സക്കീർ നായിക്കിനെ പോലെയുള്ളവരും MM അക്ബറെ പോലെയുള്ളവരും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മൗലവിയും മുക്രിയുമെല്ലാം വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളെ വരെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുകയാണെന്നും, അവരേതാണ്ട് പാകിസ്ഥാൻ പൗരന്മാരെ പോലെ ഇന്ത്യയിൽ വാണരുളുമ്പോൾ അവരെ വളരെ വ്യക്തമായിട്ട് ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒരു വിഭാഗം പെട്ട BJPക്കാരും ചൂഷണം ചെയ്യുകയാണെന്നും, രാഷ്ട്രീയത്തിൽ ചൂഷണം ചെയ്യുകയാണെന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ ബുഖാരി ഇമാം എല്ലാ മുസ്ലിങ്ങളോടും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ സഹോദരൻ പറഞ്ഞത്, ഇത്രയും കാലം മുസ്ലിങ്ങളെ കോൺഗ്രസ് ചൂഷണം ചെയ്യുകയും പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ സഹോദരൻ ഇപ്രകാരം ഒരു ആഹ്വാനം കൊടുത്തതിൽ ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു എന്ന് ആ ഡൽഹി ഇമാമിൻ്റെ അനുജൻ, ഒരേ ഗർഭത്തിൽ പിറന്ന അനുജൻ തന്നെ ശക്തിയായി പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ, അങ്ങനെ ഒരു വാർത്ത അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ടിട്ട് TV-യിലൂടെ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് കഷ്ടിച്ച് 12 മണിക്കൂറേ ആയുള്ളൂ. അങ്ങനെ പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഇവിടത്തെ അച്ഛന്മാരും ഇവിടത്തെ കർദിനാൽമാരും ഇവിടത്തെ ക്രിസ്തുവിൻ്റെ മണവാട്ടികളും പട്ടാപ്പകല് പറ്റിക്കുകയാണെന്നും, ഈ നാടിൻ്റെ സംസ്കാരത്തിലെ രക്തത്തിൽ ഹൈന്ദവ രക്തത്തിൽ ജനിച്ച ക്രിസ്ത്യാനികളെ അവരെ ഈ ഇസ്രായേലിൽ ഉണ്ടായ പുസ്തകം അമേരിക്കക്കാരും യൂറോപ്പും ഇംഗ്ലണ്ടും കാനഡക്കാരും ഓസ്ട്രേലിയക്കാരും ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും വികസിച്ച രാഷ്ട്രത്തിലെ ജനത വലിച്ചെറിഞ്ഞ പുസ്തകം ഒരു കോർപ്പറേറ്റ് ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലെ യേശു പാപിയെ രക്ഷിക്കാൻ വന്നു എന്ന് പറഞ്ഞ് 100 കണക്കിന് ചാനലിലൂടെ അതുപോലെ പുസ്തകം വിതരണം ചെയ്യുന്നതിലൂടെ ഓരോ ബിസിനസ് നടത്തുന്നത് പോലെ സുവിശേഷ പ്രസംഗം നടത്തുന്നതിലൂടെ ഒരു ദൈവപുത്രനെ കച്ചവടം നടത്തുകയാണ് ഇവിടുത്തെ ബിഷപ്പുമാരും ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ കന്യാസ്ത്രീകളും എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്ന ക്രൈസ്തവ ജനതയുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിങ്ങളുടെ വോട്ട് ഒരുമിച്ച് വരുമെന്ന ധാരണയെല്ലാം മാറിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ഒരു ബിഷപ്പ് പറയുന്നത് അല്ലെങ്കിൽ ഒരു അച്ഛൻ പറയുന്നത് നേരിട്ട് കേൾക്കുമെന്ന ധാരണയെല്ലാം തലയ്ക്ക് സുഖമില്ലാത്ത കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാത്രം ജൽപ്പനങ്ങളാണ്. നായന്മാരെല്ലാം G. സുകുമാരൻ നായർ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യുമെന്ന് ധരിക്കുന്നത് എത്രത്തോളം മണ്ടത്തരവും വിഡ്ഢിത്തവുമാണോ അതിനേക്കാൾ മണ്ടത്തരവും അതിനേക്കാൾ വിഡ്ഢിത്തവുമാണ് ബിഷപ്പുമാർ പറഞ്ഞതനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നതെന്ന് ധരിക്കുന്നത്. ആ കാലമെല്ലാം പോയി. ഇന്ന് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു മുസ്ലിം മാത്രമേ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടാകുമായിരുന്നുള്ളൂ. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മുസ്ലിം മാത്രമേ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആ മുസ്ലിമിനായിരിക്കും മറ്റെല്ലാ മുസ്ലിങ്ങളുടെയും വോട്ട് കിട്ടേണ്ടത്, കിട്ടുന്നത്, കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറയാമായിരുന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും ഡസൻ കണക്കിന് മുസ്ലിങ്ങളാണ് കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്. ഓരോ നിയോജക മണ്ഡലത്തിലും ഈ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും മൂക്കിന്റെ താഴെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ് എത്ര പേരാ കാൻഡിഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ബിഷപ്പ് ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ
ഏത് ക്രിസ്ത്യാനിക്കായി ഇവർ വോട്ട് ചെയ്യുക? തിരുവനന്തപുരത്ത് ഒരു പള്ളിയിലച്ചൻ വരെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ അറിയുമോന്ന് അറിഞ്ഞൂടാ. ഏതായാലും അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെയും ഉണ്ടെങ്കിൽ വോട്ട് കിട്ടുമായിരിക്കാം. അല്ലാതെ ബിഷപ്പുമാർ പറഞ്ഞ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ പോയി എന്ന് തിരിച്ചറിയാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും CPIക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന കാലം ഇന്ന് വരുമെന്ന് പോലും അവര് തിരിച്ചറിയുന്ന കാലം. ബാക്കിയുള്ളവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ ബിഷപ്പുമാരുടെ വിലയിരുത്തലുകളിലും NSSന്റെ സെക്രട്ടറിയുടെ വിലയിരുത്തലുകളിലും ജാതി സംഘടനയുടെയോ മതസംഘടനയുടെയോ നേതാക്കന്മാർ പറയുന്നതൊന്നും അല്ല അണികൾ കേൾക്കുന്നത്. അവർക്ക് അവരവരുടെ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഹൈന്ദവ ജനതയ്ക്ക് ഇന്ന് വോട്ട് എന്ന് പറഞ്ഞു മാത്രം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വോട്ട് ശരിക്ക് സംഘടനാ ശക്തിയുടെ ഒരു പ്രതിഫലനമാണെങ്കിലും പക്ഷേ ഇന്ന് ഹൈന്ദവ ജനതയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും ആക്രോശങ്ങളിലും പ്രതികരിക്കാൻ ഹൈന്ദവ ജനത മുമ്പോട്ട് വന്നാൽ ഒരു 2 കൊല്ലം മുമ്പ് എങ്ങനെയായിരിക്കുമോ സമൂഹം അത് സ്വീകരിക്കാം, അതിനേക്കാൾ 100 ഇരട്ടി ശക്തിയായിട്ടായിരിക്കും ഹൈന്ദവ ജനതയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തിന് പ്രതികരിക്കുക. അത് കാവ്യവസ്ത്രമുടുത്ത സന്യാസി ഭഗവത്ഗീത പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പറയുന്ന അപശകുനകരമായ കൂർത്തുമൂർത്തു വ്യംഗ്യാർത്ഥത്തിലുള്ള വാക്കുകളുടെ പ്രയോജനത്തിനും ഹിന്ദുവിന് പ്രതികരിക്കാൻ അറിയാം. കൈരളി ചാനലിന്റെ സമുന്നത നേതാവിന്റെ മരുമകന് വേണ്ടി ആശുപത്രി പണിയാൻ വേണ്ടി അമ്മയുടെ ആശുപത്രിയെ അവഹേളിക്കാൻ വേണ്ടിയാണ് ഈ നാടകമെല്ലാം അഭിനയിച്ചതെന്നും അത് അമ്മയെ അവഹേളിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നും തിരിച്ചറിയാൻ ഇന്ന് ഹാർവാർഡിൽ നിന്ന് MBA ഒന്നും എടുത്തിട്ടില്ലെങ്കിലും കേരള ജനതയ്ക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ കാലഘട്ടം ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ജോൺ ബ്രിട്ടാസിനാണ്. അതുപോലെ മുസ്ലിം ചാനൽ മീഡിയ 1 ഏത് സ്വാമിയെയാണോ ഉയർത്തിയത് അതേ സ്വാമി തല്ലുകൊള്ളുന്നത് കാണിക്കാൻ അവർ മുമ്പോട്ട് വന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈന്ദവ ജനതയെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും അതുപോലെ ഇടിച്ച് താഴ്ത്താനും എല്ലാം ശ്രമിക്കുന്നവര് ആരെയും വിടാതെ ഹിന്ദുവിനെയും ഭാരതീയ സംസ്കാരത്തെയും അവഹേളിക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണമെന്ന തോന്നല് ഉണ്ടാക്കിയത് ഇവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നെഗറ്റീവ് അർത്ഥത്തിലാണെങ്കിലും അവര് ചെയ്യുന്ന തിന്മകൾ നമുക്ക് പോസിറ്റീവ് നന്മകളാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ റിസൾട്ടിലായാലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാര് ഭരിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഹിന്ദു വിദ്യാലയങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന്റെ പേരിലായാലും അതുപോലെ തന്നെ ഹിന്ദുവിനെ മതം മാറ്റാൻ ഇവിടെയുള്ള 42 ലക്ഷം പെയ്ഡും പെയ്ഡ് അല്ലാത്തതുമായ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സുവിശേഷ പ്രസംഗത്തിലൂടെയാണെങ്കിലും കാശ് കൊടുത്തും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഈ പ്രാസ്യായേവൂർ അമ്മയെ ആയാലും അതുപോലെ തന്നെ ചാവറ അച്ഛനെയൊക്കെ വിശുദ്ധനാക്കിയും നീലകണ്ഠപിള്ളയെയൊക്കെ വിശുദ്ധയാക്കിയും എല്ലാം ഈ കേരളത്തിലെ ജനതയെ മതം മാറ്റി കേരളത്തിലെ മതം മാറിയ ക്രിസ്ത്യാനികളെ വത്തിക്കാനിലെ മുഴുവൻ ഓഫീസിന്റെയും പ്രവർത്തനത്തിന്റെ ചാർജ് കൊടുത്ത് ശരിക്ക് വത്തിക്കാൻ ഭരിക്കുന്നത് തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികളാക്കി മാറ്റി വത്തിക്കാന്റെ ആധിപത്യം മലയാളിയും ക്രിസ്ത്യാനികൾ ഏറ്റെടുത്ത് ഭാരതവും ചൈനയും മുഴുവനും മതപരിവർത്തനം നടത്താനും അതിലൂടെ ലോകത്തിൽ നിന്ന് തകർന്നുപോയ ക്രൈസ്തവ സമൂഹത്തെ വീണ്ടും വളർത്തിയെടുക്കാനും പാപിയെ രക്ഷിക്കാൻ വേണ്ടി യേശു കുരിശിൽ മരിച്ചു എന്നും എല്ലാം പറ്റിച്ചു പറഞ്ഞ് ചതിച്ച് വഞ്ചിച്ച് മതപരിവർത്തനം നടത്തുന്നതിനും എതിരെ പ്രതികരിക്കാൻ ഇന്ന് ഹിന്ദുവിന് ശക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു, ആർക്ക് വോട്ട് ചെയ്തില്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. ആർക്ക് വോട്ട് ചെയ്താലും ആർക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ഈ ഇലക്ഷന് വേണ്ടി ബൂത്തുകൾ തോറും ഉണ്ടാക്കിയിട്ടുള്ള
ഹൈന്ദവ ജനത അടങ്ങുന്ന ബൂത്ത് കമ്മിറ്റി ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഹിന്ദു ധർമ്മത്തെ ചൈതന്യവത്താക്കാനുള്ള കമ്മിറ്റികളാക്കി മാറണം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഭാരതമെമ്പാടും ഓരോ ബൂത്ത് തലത്തിലും ഹിന്ദുക്കൾ ചേർന്ന് അവരേത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയോ ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ എല്ലാം ചെയ്തതിന് ശേഷം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ആ ബൂത്ത് കമ്മിറ്റിക്ക് വേറെ പ്രത്യേകിച്ച് ഇനി ഉത്തരവാദിത്വം ഒന്നുമില്ല ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം ഇനി അതാത് ബൂത്തിലുള്ള ഓരോ ഹിന്ദുവിനെയും സംഘടിപ്പിച്ച് മതം മാറിപ്പോയ ഹിന്ദുക്കളെ ഏത് ജാതി വിഭാഗത്തിൽ നിന്നാണോ മതം മാറിപ്പോയത് അവരെ അതേ ജാതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. നായര് മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നായരിലേക്ക്, ഈഴവൻ മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈഴവ സമുദായത്തിലേക്ക്, പുലയൻ മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പുലയ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ പൈതൃകത്തെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും പഠിപ്പിക്കാനും ഹൈന്ദവ ജനതയെ അവഹേളിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിപരമായ ഉത്തരം കൊടുക്കാനും, ശാരീരികമായിട്ടുള്ള ഉത്തരമല്ല, ശാരീരികമായി വേദനിപ്പിക്കുന്ന യാതൊന്നിനോടും ആക്രമണത്തോടും യോജിക്കാൻ സാധിക്കില്ല, നശീകരണ പ്രവർത്തനത്തോടും യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ സൈദ്ധാന്തികപരമായിട്ട് അതിന് മറുപടി കൊടുക്കാനും ഷക്കീർ നായിക്കിനും MM അക്ബറിനും യോഹന്നാന്റെ കയ്യിലുള്ള 925 കോടി രൂപയും 2000-ഓളം ഹെക്ടാർ സ്ഥലവുമെല്ലാം റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞ് ആരെയാണോ അവഹേളിച്ചത് ആ അവഹേളിക്കുന്നവരുടെ നേതാക്കന്മാര് കാണിച്ചു കൂട്ടുന്ന തിന്മകളെയും ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ ബൂത്ത് കമ്മിറ്റികൾക്ക് സാധിക്കണമെന്ന് മാത്രമല്ല, ഹൈന്ദവ ജനതയുടെ കണ്ണീരൊപ്പാനും അവരുടെ വേദനകളിൽ പങ്കെടുക്കാനും അത് ചൂഷണം ചെയ്യാൻ ക്രിസ്ത്യാനികളെ അനുവദിക്കാതിരിക്കാനും നമുക്ക് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ പൈതൃകത്തെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പഠിപ്പിക്കാനും ഈ സനാതന ധർമ്മത്തിലെ അംഗങ്ങൾക്ക് വേദന ഉണ്ടാകുമ്പോൾ അവരെ ഒരുമിച്ച് നിർത്തി സഹായിക്കാനും, എങ്ങനെയാണോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അതേപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആരംഭമാവട്ടെ. ഈ എലക്ഷൻ തീർന്നാൽ ആ എലക്ഷന് വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ചവർ ഏറ്റെടുക്കേണ്ട അടുത്ത ഹൈന്ദവ ഐക്യത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തന രേഖ, ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും വിരോധമില്ല, അവർ അതേ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതേ നേതാക്കന്മാർക്ക് ജയ് വിളിച്ചുകൊണ്ട് അതേ പാർട്ടിയെ ശക്തിമാക്കിക്കൊണ്ട് ഹിന്ദുവിൻ്റെ കാര്യത്തിൽ കൂടി പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. മുസ്ലിങ്ങളും സംസ്കാരത്തെ തിരിച്ചറിയാൻ തുടങ്ങി, ക്രിസ്ത്യാനികളും സംസ്കാരത്തെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അവരുടെ മുല്ലയും മുക്രിയും വിദ്യാഭ്യാസമില്ലാത്ത മൗലവിയും അതുപോലെ തന്നെ മറ്റു പലയിടത്തും പരാജയപ്പെട്ടവര് പുരോഹിതന്മാരായി കർദിനാൾമാരും ബിഷപ്പുമാരും അച്ഛന്മാര് കന്യാസ്ത്രീകളുമായി മാറിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തെയും തിരിച്ചറിയിപ്പിക്കാനും ഹൈന്ദവ ജനതയെ ഒരുമിച്ച് കൊണ്ടുവന്ന്, ഇലക്ഷന് വേണ്ടിയല്ല അല്ലാതെ ഒരുമിച്ച് കൊണ്ടുവന്ന് ധാർമ്മികമായിട്ട് നമ്മുടെ മൂല്യങ്ങളെ പഠിച്ച് നിലനിർത്തി പ്രചരിപ്പിക്കാനും ഈ രാഷ്ട്രത്തിന്റെ സാംസ്കാരിക ചൈതന്യം തളരാതെ തകരാതെ വരളാതെ വളർത്താനും നമുക്ക് ഒരുമിച്ച് ഈ ഇലക്ഷന് ശേഷവും പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.